ഇറാൻ അമേരിക്ക ഇസ്രായേൽ യുദ്ധത്തിലെ അമേരിക്കക്കും ഇസ്രായേലിനും ഗൾഫ് രാജ്യങ്ങൾക്കൊക്കെ ഒരുപാട് നാശനഷ്ടങ്ങളും പൈസൻ്റെ നഷ്ടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും $1 ബില്യൺ കഴിഞ്ഞ കുറച്ച് ദിവസം കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരാളുണ്ട്. അത് ഡൊണാൾഡ് ട്രംപ് മാത്രമാണ്. അല്ലെങ്കിൽ പുള്ളിയുടെ കുടുംബക്കാരും മാത്രമാണ് $1 ബില്യൺ അടുത്ത് അല്ലെങ്കിൽ അതിൻ്റെ മേലെ പൈസ ഉണ്ടാക്കിയിട്ടുള്ളത്. അത് ഒരു ബിസിനസ് മാത്രം, അതായത് ക്രിപ്റ്റോയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള മാർക്കറ്റിലെ ചേഞ്ചുകൾ വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ള പൈസ മാത്രമാണ് $1 ബില്യൺ. അതല്ലാണ്ട് പുള്ളിയുടെ അല്ലാത്ത ബിസിനസ്സുകൾ ഇതിൻ്റെ ഇടയിൽ പല രീതിയിൽ പല രാജ്യങ്ങളിൽ പുള്ളി വിപുലീകരിച്ചിട്ടുണ്ട്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഈ ഒരു ചോദ്യം ചോദിച്ചപ്പം പുള്ളിനോട് ഈ ഒരു ചോദ്യം പല പത്രക്കാരും ചോദിച്ച സമയത്ത് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്, പുള്ളി പറഞ്ഞു ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്, അതുപോലെ ഇതിൻ്റെ ഇടയിൽ മറ്റെത്ര പേര് കാശ് ഉണ്ടാക്കിയിട്ടുണ്ട് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അമേരിക്കക്കും ഇസ്രായേലിനും അല്ലെങ്കിൽ ഗൾഫ് രാജ്യങ്ങൾക്കൊക്കെ ഒരുപാട് നാശനഷ്ടങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പം ദുബായിലൊക്കെ അവസ്ഥ എന്ന് പറഞ്ഞാൽ വളരെ മോശം. കഴിഞ്ഞൊരു 3-4 മാസമായിട്ട് ദുബായിലെ ടൂറിസം മേഖല ലോജിസ്റ്റിക്സിൽ നോക്കുകയാണെങ്കിൽ അങ്ങനെ ഒരുപാട് മേഖലകളിൽ ഭയങ്കരമായിട്ടുള്ള ഇടിവ് ദുബായിൽ ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് പേരുടെ ജോലി പോയത്, ഒരുപാട് പേരുടെ എല്ലാം വിട്ടുപോയിട്ടുള്ളൊരു അവസ്ഥ. ഈ ദുബായിലെ ഈ ഒരു എഫക്റ്റ് കാരണം നമ്മുടെ നാട്ടിൽ കേരളത്തിൽ പോലും പലതരത്തിലുള്ള റിയൽ എസ്റ്റേറ്റ് പോലത്തെ പല ബിസിനസ്സുകളിലും പൈസ ഇറങ്ങാത്തൊരവസ്ഥ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇതിനൊക്കെ അതായത് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ഈ പ്രസിഡന്റായി വരാൻ ഈ ലാസ്റ്റ് ടൈമിൽ ഈ എല്ലാം കഴിഞ്ഞ് ചെന്നി മൂത്ത സമയത്ത് വരാൻ തന്നെ കാരണം എൻ്റെ അവസാന കാലത്തോട്ട് കുടുംബത്തിലോട്ട് കുറച്ച് കാശുണ്ടാക്കുക എന്നുള്ള ഒറ്റ ഉദ്ദേശത്തോടു കൂടിയായിരുന്നു. അതിൻ്റെ കൂടെ പിന്നെ ഇസ്രായേലിന് വേണ്ടിയിട്ടുള്ള ഈ വെടുപണി എടുക്കുന്ന പരിപാടികൾ അത് വേറെ. ഇതാണ് ഏറ്റവും ഒരു കാര്യം പറഞ്ഞു തുടങ്ങാനുള്ളത്. നമുക്കറിയാം ഇപ്പോൾ ഇറാൻ അമേരിക്ക ചർച്ചകൾ, ഒരു ഭാഗിക ചർച്ചകൾ ഖത്തറിൽ നടത്തിയിട്ടുണ്ടായിരുന്നു. അത് ഇവിടെ എത്താണ്ട് പിരിഞ്ഞതായിട്ടാണ് നമ്മളൊക്കെ കണ്ടിട്ടുള്ളത്. പക്ഷേ അമേരിക്കൻ പ്രസിഡന്റ് ഇന്ന് വന്നിട്ടുള്ള ഒരു പ്രസ്താവന പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ ജയിച്ചു, ഞങ്ങൾ പറഞ്ഞ പോലെ കാര്യങ്ങളായിട്ടുണ്ട്, ഇറാൻ ഞങ്ങളുടെ കാല് പിടിച്ചിട്ടുണ്ട് എന്നുള്ള രീതിയിലുള്ള പ്രസ്താവന പറഞ്ഞിട്ടുണ്ട്. നമുക്കതിൻ്റെ ഒരു അത് മാത്രമല്ല, അതിന് നല്ലൊരു മറുപടി, കൃത്യമായിട്ടുള്ള മറുപടി അബ്ബാസ് അറാഗ്ചി കൊടുത്തിട്ടുണ്ട്. അതായത് അമേരിക്കയുടെ ജന്തുക്കളായിട്ടുള്ള വളർത്തു മൃഗങ്ങളായിട്ടുള്ള ഇസ്രായേലിനോട് അടങ്ങിയിരുന്നോളാൻ ഉള്ളൊരു വലിയൊരു സന്ദേശം കൂടെ കൊടുത്തിട്ടുണ്ട്. ഏത് രീതിയിൽ അമേരിക്കയുടെ ഒരു അറ്റാക്ക് ഇനി ഇറാനിലോട്ട് ഉണ്ടായി കഴിഞ്ഞാൽ അതിന് അടി കിട്ടാൻ പോകുന്നത് ഗൾഫിലോട്ടായിരിക്കില്ല, അമേരിക്കയുടെ വളർത്തു പട്ടികളായിട്ടുള്ള ഇസ്രായേലിലോട്ടായിരിക്കും അടിക്കാൻ പോകുന്നത് എന്നും കൂടെ അബ്ബാസ് അറാഗ്ചി വ്യക്തമായിട്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് അതും കൂടെ ഈ ഒരു ഇതിൽ ചർച്ച ചെയ്യേണ്ടതായിട്ടുണ്ട്. ആദ്യം തന്നെ ട്രംപിന്റെ പ്രസ്താവന നമുക്കൊന്ന് കേട്ടിട്ട് വരാം. ഇതായിരുന്നു ആ പ്രസ്താവന. Denuclearization of Iran is moving along well. They've had very good meetings, and we'll see. We hit them very hard for 3 nights, as you know, but we're getting along very well. So I call it the denuclearization. ഈ ഒരു പ്രസ്താവനയിൽ ട്രംപ് പറയുന്നത്, അതായത് ഇറാന്റെ ആണവ നിരുപദ്രവീകരണം സംഭവിച്ചിട്ടുണ്ട്. അതായത് ഇറാൻ ഈ ആണവ ആയുധങ്ങൾ വെച്ചിട്ടുള്ള ഉപദ്രവകാരികളായിട്ടുള്ള രീതിയിൽ ഒന്നും വരത്തില്ല, അതൊക്കെ ഞങ്ങൾ കൺട്രോൾ ചെയ്യുന്നുണ്ട്, നല്ല രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അവർ വളരെ നല്ല കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. അതായത് സ്റ്റീവ് വിറ്റ്കോഫും കുഷ്ണറും കൂടെ അവിടെ പോയിട്ട് നല്ല രീതിയിൽ ദോഹയിൽ പോയിട്ടുള്ള നല്ല രീതിയിലുള്ള കൂടിക്കാഴ്ചകളൊക്കെ നടത്തിയിട്ടുണ്ട്. ഞങ്ങൾ 3 രാത്രികൾ ഇറാനെ ശക്തമായിട്ട് ആക്രമണം നടത്തി, അതിൻ്റെ ഭാഗമായിട്ട് ഇറാൻ നല്ല കുട്ടികളായിട്ട് നല്ല രീതിയിലാണ് ഇപ്പം കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്ന് പറഞ്ഞത്. ഇതായിരുന്നു ട്രംപിൻ്റെ പ്രസ്താവന. ആ പ്രസ്താവന അവിടെ നിൽക്കുന്നുണ്ട്. നമുക്കറിയാം, ഇറാൻ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, ഒരു തരത്തിലുള്ള ചർച്ചകളും നല്ല രീതിയിലല്ല മുന്നോട്ട് പോയിട്ടുള്ളത്. ഞങ്ങൾ പറഞ്ഞിട്ടുള്ള ക്ലോസുകളൊന്നും അമേരിക്ക സമ്മതിച്ചിട്ടില്ലെങ്കിൽ ഒന്നും മുന്നോട്ട് പോകാൻ പോകുന്നില്ല, അടിക്കാൻ റെഡിയായിട്ടാണ് ഞങ്ങൾ നിൽക്കുന്നത് എന്നാണ് ഇറാൻ്റെ ഭാഗത്തു നിന്നുള്ള വ്യക്തമാക്കിയിട്ടുള്ളത്. അപ്പോഴാണ് അബ്ബാസ് അറാഗ്ചിയുടെ പ്രസ്താവന വരുന്നത്. പുള്ളിയുടെ ഈ ഒരു പ്രസ്താവന നിങ്ങൾ കേൾക്കേണ്ടതാട്ടോ. അതായത് ഇതായിരുന്നു പ്രസ്താവന. ഇതിൻ്റെ മലയാളം പരിഭാഷയായിട്ടോ ഞാൻ പറയാൻ പോകുന്നത്. അതായത് ടെൽ അവീവിലെ ഇസ്രായേലിലെ ട്രംപിന്റെ വളർത്തു മൃഗങ്ങളെ കെട്ടിയിടാൻ അമേരിക്കൻ പ്രസിഡന്റ് ബാധ്യസ്ഥനാണ്. അതായത് നെതന്യാഹു അടക്കമുള്ള അവിടുത്തെ അവിടുത്തെ മന്ത്രിമാരടക്കമുള്ള അല്ലെങ്കിൽ അവിടുത്തെ വളർത്ത് പട്ടികൾ, മൃഗങ്ങൾ എന്ന് വെച്ചാൽ വളർത്തു പട്ടികൾ, നമ്മൾ ഏറ്റവും കൂടുതൽ വളർത്തുന്നത് പട്ടികളാണല്ലോ. അപ്പം ഇസ്രായേലിന്റെ പ്രത്യേകിച്ച് നെതന്യാഹുവിനെ പോലത്തെ ചെകുത്താന്മാർക്ക് കൊടുക്കാൻ പറ്റുന്ന സ്ഥാനം വളർത്തു പട്ടികൾ തന്നെയാണ്. അതുകൊണ്ട് ടെൽ അവീവിലെ വളർത്തു പട്ടികളെ, ട്രംപിന്റെ വളർത്തു പട്ടികളെ കെട്ടിയിടാൻ ട്രംപ് ബാധ്യസ്ഥനാണ്. അവർ തങ്ങളുടെ യജമാനനെ അനുസരിച്ചിട്ടില്ലെങ്കിൽ ഇറാൻ അവരെ പാഠം പഠിപ്പിക്കും എന്നാണ് ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഗ്ചി പറഞ്ഞിട്ടുള്ളത്. കൂടെ ഞങ്ങളുടെ ജനങ്ങൾക്കും നേതൃത്വത്തിനുമെതിരെ ഏതൊരു ഭീഷണിയും ഉടനെ ശക്തമായിട്ടുള്ള മറുപടി കൂടെ ലഭിക്കും. ഈ പ്രസ്താവന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത്രയും ദിവസം 3 ദിവസം അമേരിക്ക അടിച്ചു, തിരിച്ച് ഇറാൻ എവിടെ പോയിട്ട് അടിച്ചത്? ഖത്തറിലും കുവൈറ്റിലും. ഖത്തറിലടിച്ചു, കുവൈറ്റിലടിച്ചു, ബഹ്റൈനിലടിച്ചു. ഇനി ഒരു ആക്രമണം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ട്രംപിന്റെ വളർത്ത് നായ്ക്കളായിട്ടുള്ള
ഇസ്രായേലിലോട്ടായിരിക്കും ഇനി ഇറാൻ അടിക്കാൻ പോകുന്നത് എന്നാണ് ഇറാൻ പറഞ്ഞത്. കുറച്ച് ദിവസങ്ങളായിട്ട് ഇങ്ങനെ സ്വരുക്കൂട്ടി വെക്കുന്നുണ്ട്. ഈവൻ ഇസ്രായേൽ നല്ല പോലെ അറിയാം ഈ അമേരിക്കനെ കൊണ്ട് അടുപ്പിക്കുന്നത് അവരാണ്, അമേരിക്ക അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിൻ്റെ അടി എപ്പോഴെങ്കിലും ഇറാൻ തിരിച്ച് ഇസ്രായേലിലോട്ട് അടിക്കുമെന്ന് അവർക്ക് വരാം. അതുകൊണ്ട് തന്നെ അവർ സജ്ജമായിട്ട് തന്നെ ഇരിക്കുന്നത്. അതൊക്കെ സത്യം തന്നെയാണ്. മാക്സിമം എന്തൊക്കെ ഇറാൻ പൊളിച്ച് കളഞ്ഞിട്ടുണ്ടെങ്കിലും ബാക്കിയുള്ള സാധനങ്ങൾ വെച്ചിട്ട് സജ്ജമായിട്ട് തന്നെയാണ് ഇസ്രായേൽ ഇപ്പോൾ ഇരിക്കുന്നതും. ഈ പ്രസ്താവനയുടെ പശ്ചാത്തലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ ഈ ഒരു അമേരിക്ക ഇസ്രായേൽ ഈ ഒരു എന്താ പറയുക കൂടിക്കാഴ്ച അമേരിക്ക ഇറാൻ കൂടിക്കാഴ്ചയുടെ ഭാഗമായിട്ടാണ് ഈ പ്രസ്താവനകൾ മൊത്തം മുന്നോട്ട് വന്നിട്ടുള്ളത്. ഇസ്രായേലിനെ അമേരിക്കയുടെ വളർത്തു മൃഗമായിട്ട് വരെ ചിത്രീകരിക്കേണ്ട അവസ്ഥയിലോട്ട് അല്ലെങ്കിൽ പച്ചക്ക് പറയേണ്ട അവസ്ഥയിലോട്ട് ഇറാൻ വാ തുറന്നു എന്നുള്ളതാണ് സത്യം. ഇറാൻ പറയേണ്ടത് പറയണം. ഇറാൻ മിണ്ടാണ്ടതൊന്നും കാര്യമൊന്നുമില്ല. ഇറാൻ പറയേണ്ടത് പറയുന്നേ വേണം. ഇനി അത് മാത്രമല്ല, ഇതേ പ്രസ്താവനകളുടെ കൂടെ തന്നെ നമുക്ക് ഇറാന്റെ ഷൂറ കൗൺസിൽ തലവനായിട്ടുള്ള മുഹമ്മദ് ബാക്കർ ഒരു കാര്യം കൂടെ പുള്ളിയും കൂടെ പറഞ്ഞിട്ടുണ്ട്. ഇതിന്റെ കൂടെ കൂട്ടി വെക്കാൻ വേണ്ടി തന്നെയാണ്. അതായത് ധാരണാ പത്രത്തിലെ ഈ MOUയിലുണ്ട്, മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ്ങിലെ വ്യവസ്ഥകൾ നടപ്പിലാക്കുന്നത് വരെ ഞങ്ങൾ വാഷിംഗ്ടണുമായിട്ട് ഒരു പുതിയ ചർച്ചകൾക്കും ഞങ്ങൾ പോകുന്നില്ല എന്ന് പുള്ളി വ്യക്തമാക്കിയിട്ടുണ്ട്. അതായത് ലെബനിലെ യുദ്ധം അവസാനിപ്പിക്കാനും അതിന്റെ പരമാധികാരം ഉറപ്പ് വരുത്താനുമായിട്ടുള്ള ധാരണാ പത്രപ്രകാരം അമേരിക്കയ്ക്ക് ബാധ്യതയുണ്ട്. ഇത് ചെയ്തിട്ടില്ലെങ്കിൽ ഞങ്ങൾ ഒരു തരത്തിലുള്ള ചർച്ചക്കും ഇനി അമേരിക്കയായിട്ട് പോകുന്നില്ല. ബാക്കിയുള്ളവർ അവിടെ ചർച്ച നടത്തുന്നുണ്ട്, പല കാര്യങ്ങളും പറഞ്ഞ് ഞങ്ങൾ ചർച്ചയ്ക്ക് പോകുന്നില്ല എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. അതുമാത്രമല്ല, ചർച്ചയ്ക്ക് തയ്യാറായി വന്നാൽ പോലും അമേരിക്കയും ഇസ്രായേലും ചതിക്കാൻ ശ്രമിച്ചാൽ തങ്ങളുടെ യുദ്ധത്തിന് പൂർണ്ണ സജ്ജമായിട്ടുള്ള ഒരുക്കങ്ങൾ ഞങ്ങൾ ഒരുക്കി വെച്ചിട്ടുണ്ട്. കാരണം ഇതിനു മുമ്പുള്ള പല ചർച്ചകളും നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇസ്രായേലും അമേരിക്കയും ഇറാനെ അറ്റാക്ക് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഏത് തരത്തിലുള്ള ചർച്ചകൾക്ക് നിങ്ങൾ വന്നോ, നിങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്ന ഒരു സൈഡിൽ, പക്ഷേ മറ്റൊരു സൈഡിൽ ഞങ്ങൾ വ്യക്തമായിട്ട് ഞങ്ങളുടെ എന്താ പറയുക മിസൈലുകളൊക്കെ ലോഞ്ചർ പാഡുകളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്, അടിക്കേണ്ട സമയത്ത് ഞങ്ങൾ അടിക്കും എന്നും കൂടെ പുള്ളി പറഞ്ഞിട്ടുണ്ട്. ഇറാന് നേരെ മൂന്നാമതും ആക്രമണം നടത്തിയാൽ തങ്ങൾ മടിക്കില്ലെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന് ഭീഷണിയും കൂടെ ഇറാന്റെ സൈഡിൽ നിന്ന് ഇപ്പോൾ പോയിട്ടുണ്ട്. അതുമാത്രമല്ല, ഹോർമോസ് കടലിടുക്ക് തങ്ങളുടെ പരമാധികാരത്തിൽ നിന്നും അതിൻ്റെ സ്വാധീനത്തിൽ നിന്നും ഒരടി പോലും പിന്നോട്ട് പോകില്ല എന്നും കൂടെ ഇറാന്റെ പാർലമെന്ററി സ്പീക്കർ മുഹമ്മദ് ഗാലിബാഫും കൂടെ പറഞ്ഞിട്ടുണ്ട്. ഇത് അള്ളാഹു തങ്ങൾക്ക് നൽകിയിട്ടുള്ള ഏറ്റവും ശക്തിയായിട്ടുള്ള ഒരു ശത്രുവിനെതിരെ ഒരു വലിയ ആയുധമാക്കാനുള്ള സംഭവമാണ് ഹോർമോസ് കടലിടുക്ക് എന്ന് ഞങ്ങൾക്കറിയാം. അത് ഞങ്ങൾ വേണ്ട പോലെ പ്രയോഗിക്കും, അതായത് വിനിയോഗിക്കും എന്ന് പുള്ളി പറഞ്ഞിട്ടുണ്ട്. ഈ ചർച്ചകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെയാണ് ഇപ്പം ഈ വാൾ സ്ട്രീറ്റ് ജേർണൽ പോലത്തെ അമേരിക്കൻ എന്താ പറയുക പത്രങ്ങൾ പുറത്തോട്ട് വിടുന്ന ഒരു വാർത്തയും കൂടെ അതിൻ്റെ കൂടെ പറയേണ്ടതായിട്ടുണ്ട്. അതായത് ഈ സീസ് ഫയർ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ സൈനിക നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇറാൻ്റെ അകത്ത് എന്താണെന്നുള്ളത് നമുക്ക് ആർക്കും അറിയില്ല. ഇറാൻ പറയുന്നുണ്ട് ഇറാൻ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവരുടെ വർത്താനം ക്ലിയർ ആണ്. ഇറാൻ എല്ലാം റെഡിയാക്കിയിട്ടാണ് അവിടെ നിൽക്കുന്നത്. അതേ സ്ഥാനത്ത് വിസിബിളായിട്ട് നമ്മൾ കാണുന്ന ഒരു കാര്യം, അമേരിക്കയും ഇസ്രായേലും അവരുടെ സൈനിക, അതായത് ഇറാൻ അടിച്ച് തകർത്ത് ഇറാൻ്റെ സൈഡിൽ നിന്ന് ഒരുപാട് അമേരിക്കയ്ക്കും ഇസ്രായേലിനും ഗൾഫ് രാജ്യങ്ങളിൽ അമേരിക്കൻ ബേസുകൾക്കും അടി കിട്ടിയിട്ടുണ്ട്. അതൊക്കെ സജ്ജമാക്കിക്കൊണ്ടിരിക്കുകയാണ്, വീണ്ടും റീബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ വാൾ സ്ട്രീറ്റ് ജേർണലിൽ വന്നിട്ടുള്ള ഈ ഒരു പ്രസ്താവന എന്ന് പറഞ്ഞിട്ടുള്ളത് ഇതായിരുന്നു. അതായത് പൂർണ്ണ തോതിലുള്ള യുദ്ധത്തിലേക്കുള്ള ഒരു നീക്കമാണ് അമേരിക്ക ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു ടെഹ്റാനുമായിട്ട് നിലനിൽക്കുന്ന ഈ ഒരു ചർച്ചകൾ മുന്നോട്ട് പോകുന്നുണ്ടെങ്കിലും അത് എത്രത്തോളം അല്ലെങ്കിൽ അമേരിക്കയ്ക്ക് എത്രത്തോളം അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നതല്ല. കാരണം ഒരു രീതിയിലും ഇറാൻ അമേരിക്ക പറഞ്ഞ പോലെ അമേരിക്കയ്ക്ക് അടിയറവ് പറയണം എന്നുള്ള രീതിയിലുള്ള ഒരു ചർച്ചക്കും ഇറാൻ ഇതുവരെ തയ്യാറായിട്ടില്ല. അതുകൊണ്ട് തന്നെ പൂർണ്ണ തോതിലുള്ള യുദ്ധത്തിലേക്കുള്ള ആലോചന അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ട്. അതായത് കണ്ണടച്ച് ഈ പറഞ്ഞ സ്ഥലങ്ങളിലെല്ലാം കൂടി ഇറാൻ അടിക്കാം എന്നുള്ള ഒരു ചിന്ത. ഇറാന് നേരെ വീണ്ടും ശക്തമായിട്ടുള്ള സൈനിക ആക്രമണം നടത്താനുള്ളത് ട്രംപിൻ്റെ പ്രതിരോധ സെക്രട്ടറിമാരായിട്ടുള്ള ഹെക്സത്ത്, അതുപോലെ തന്നെ ജോയിന്റ് ചീഫ് ഓഫ് സ്റ്റാഫ് ചെയർമാൻ ജനറൽ ഡാൻ കെയ്ന് എന്നിവരുമായി കഴിഞ്ഞ ദിവസങ്ങളിൽ ചർച്ച നടത്തിയിട്ടുണ്ട് ഡൊണാൾഡ് ട്രംപ് എന്നാണ് പറയുന്നത്. അതായത് ജോലി പൂർത്തിയാക്കുക, ഫിനിഷിംഗ് ദ ജോബ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നിലവിലെ നയതന്ത്ര ചർച്ചകൾ പൂർണ്ണമായും ഉപേക്ഷിച്ച് ഇറാന്റെ ആണവ സൈനിക ശേഷികൾ പൂർണ്ണമായിട്ട് തകർക്കുന്ന രീതിയിലുള്ള വലിയൊരു വ്യോമാക്രമണം അഴിച്ചുവിടണമെന്നാണ് ട്രംപിന്റെ ചില ഉപദേശകർ ആവശ്യപ്പെട്ടിട്ടുള്ളത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിനെയാണ് ഇവർ ജോലി പൂർത്തിയാക്കുക എന്ന് വിശേഷിപ്പിച്ചിട്ടുള്ളത് എന്നാണ് ഈ വാൾ സ്ട്രീറ്റ് ജേർണലിൽ ഇപ്പം പറഞ്ഞിട്ടുള്ളത്. ഇനി അത് മാത്രമല്ല, താൽക്കാലികമായിട്ട് നയതന്ത്രത്തിന് മുൻഗണന കൊടുത്തിട്ടുണ്ടെങ്കിലും, അതായത് മുന്നിൽ ഇത്തരത്തിലുള്ള ചർച്ചകളും കാര്യങ്ങളും ആസ് യൂഷ്വൽ എല്ലാ പ്രാവശ്യം ചെയ്യുന്ന സമയത്ത് പോലെ ചെയ്യുന്നുണ്ടെങ്കിലും അതിൻ്റെ പിന്നിൽ വലിയൊരു യുദ്ധത്തിലുള്ള സന്നാഹം, യുദ്ധപ്പുറപ്പാടാണ് അമേരിക്ക ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇറാനും അല്ലെങ്കിൽ ഇസ്രായേലും മിണ്ടാണ്ടിരിക്കുന്നത്. ഗൾഫ് രാജ്യങ്ങൾ പ്രത്യേകിച്ച് വലിയ വലിയ കാര്യങ്ങളൊന്നും പറയാത്തത്. പക്ഷേ ഇത് അടി കിട്ടുന്നത് ഈ പറഞ്ഞ ഇസ്രായേലിൻ്റെ കൂടെ തന്നെ ഗൾഫ് രാജ്യങ്ങളായതുകൊണ്ടാണ് ഖത്തർ ഇപ്പം ഇതിൻ്റെ പിന്നിൽ അല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് ഇത് നിർത്താൻ വേണ്ടിയിട്ട് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്നാണ് ഈ ഒരു വാൾ സ്ട്രീറ്റ് ജേർണലിൽ ഈ ഒരു ഔട്ട് ചെയ്തിട്ടുള്ള ഈ ഒരു വാർത്ത. അത് ഇന്നലെയാണ് ഈ വാർത്ത വന്നിട്ടുള്ളത്. അതിനുശേഷം ഇന്നാണ് നമ്മൾ അറിയുന്നത് ഇറാൻ്റെ അബ്ബാസ് അറാഗ്ചി പറഞ്ഞത്, അതായത് ട്രംപിൻ്റെ വളർത്ത് നായ്ക്കളായിട്ടുള്ള ഇസ്രായേലിനെ എത്രയും പെട്ടെന്ന് പിടിച്ച് കെട്ടിക്കോ, അതല്ലെങ്കിൽ ഞങ്ങൾ അടുത്തടിക്കാൻ പോകുന്ന ഇസ്രായേലിലോട്ടാണ്. അതുകൊണ്ട് നമ്മളെല്ലാവരും വിചാരിക്കും 2 ദിവസം ഒരു സമാധാനം ഉണ്ട്, അല്ലെങ്കിൽ ഒരാഴ്ച ഒരു സമാധാനം ഉണ്ട്, ഒരു മാസം ഒരു സമാധാനം ഉണ്ട്. പക്ഷേ ഈ യുദ്ധം എവിടെ നിൽക്കാൻ പോകുന്നില്ല. ഒരു പൂർണ്ണ യുദ്ധത്തിലോട്ട് തന്നെ ഇത് പോകും എന്നാണ്
ഇതിനെപ്പറ്റി കൂടുതൽ പഠിച്ച് പറയുന്ന ആളുകൾ പറയുന്നത്, നമ്മളിത് അനലൈസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്കും തോന്നുന്നത് ഇത് അങ്ങോട്ട് തന്നെ പോകുന്നത്, ഒരു പൂർണ്ണ യുദ്ധത്തിലോട്ട് ഇത് പോകും എന്നുള്ള തോന്നലുകൾ തന്നെയാണ് നമുക്കൊക്കെ ഉള്ളത്. അല്ലാണ്ട് അതിൽ വേറെ ചേഞ്ചസ് ഒന്നും വരുന്നുള്ള ഒരു പ്രതീക്ഷ സത്യം പറയില്ല. എനിക്ക് ഇത്രയും ദിവസം നമ്മൾ ഇതിൻ്റെ വാർത്തകൾ കാണുന്നു, കേൾക്കുന്നു, അതിനെ ഫോളോ അപ്പ് ചെയ്യുന്നു, മനസ്സിലാക്കുന്നുള്ളൂ. അതുപോലെ തന്നെ ഇതിൻ്റെ പിന്നിലുള്ള ചരിത്രവും കാര്യങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ ഏതാണ് ഈ വിശാല ഇസ്രായേലിൻ്റെ ചിന്താഗതിയുള്ള, ഇസ്രായേലിൻ്റെ ഉള്ളിലെ ചിന്തകൾ എന്താണെന്നോ, അതിന് എന്താ പറയുക, താങ്ങി നടക്കുന്ന അമേരിക്കൻ ചിന്താഗതി എന്താണെന്നോ, ഇതിനെപ്പറ്റിയൊക്കെ അറിഞ്ഞിട്ട് പോലും തങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള സ്വന്തം കാഴ്ചപ്പാടുകൾ, സ്വന്തം ചിന്തകൾക്ക് വേണ്ടിയിട്ട് ജീവിക്കുന്ന അറബ് രാജ്യങ്ങളുടെ സൈഡിൽ നിന്നുള്ള സമ്മർദ്ദങ്ങളൊക്കെ എടുത്ത് നോക്കുമ്പം ഇതൊരു പൂർണ്ണ യുദ്ധത്തിലോട്ട് പോയേ പറ്റൂ, അല്ലെങ്കിൽ ഇത് വലിയ ഒരു മഹായുദ്ധത്തിലോട്ട് എത്തുക തന്നെ വേണം, അറബ് രാജ്യങ്ങൾ പരസ്പരം അടിക്കുക തന്നെ വേണം, ആ രീതിയിലോട്ടൊക്കെ തന്നെ ഇത് പോവുക. അതിൻ്റെ ഇടയിലുള്ള ചെറിയ ഒരു സമാധാനം അല്ലെങ്കിൽ ഈ കൊടുങ്കാറ്റിന് മുമ്പുള്ള ഒരു ശാന്തത മാത്രമായിട്ട് ഇതിനൊക്കെ നമുക്ക് നോക്കിക്കാണാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്നുള്ളത് മാക്സിമം നിങ്ങൾ കമൻ്റായിട്ടും അല്ലെങ്കിൽ താഴത്ത് എന്താ പറയുക നിങ്ങളുടെ കാര്യങ്ങൾ സംസാരിക്കുക. അതുപോലെ നമ്മൾ അടുത്ത വീഡിയോയിൽ കൂടുതൽ ഇതിൻ്റെ അപ്ഡേറ്റുകൾ പറയുന്നതായിരിക്കും. മാക്സിമം സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആളുകളുണ്ടെങ്കിൽ അത് ചെയ്തിട്ട് കാണുക. പുതിയ എന്തെങ്കിലും ടോപ്പിക്കുകളെ പറ്റി സംസാരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ടെലഗ്രാം ചാനലിൻ്റെ ഒരു ലിങ്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ അതിൻ്റെ ഫസ്റ്റ് കമൻറ്റിൽ അത് ഇടാം. അപ്പോൾ അവിടെ വന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങളും കൂടെ ഒന്ന് ടെക്സ്റ്റ് ചെയ്ത് വിടാം കേട്ടോ. നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ അവിടെ ടെക്സ്റ്റ് ചെയ്യാം. അത് ഡയറക്റ്റ് മെസ്സേജിങ് അതിൽ ഓപ്ഷൻ ഞാൻ ആക്കിയിട്ടുണ്ട്. ആ ഒരു കമ്മ്യൂണിറ്റി നമുക്കൊന്ന് ബിൽഡ് ചെയ്യാൻ തോന്നി, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഒരു ടെലഗ്രാം കമ്മ്യൂണിറ്റി കൂടെ വേണം എന്ന് തോന്നി. അപ്പം അഭിപ്രായങ്ങളും കാര്യങ്ങളും അവിടെ ഒന്ന് പറയുന്നത് നല്ലതായിരിക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.